ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചട്ടിപ്പത്തിരിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. വയ്ക്കാനായിട്ട് ബീഫിലേക്ക് ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയുള്ള സവോള എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീഫും 1 കപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുഴുത്ത പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യൊന്നും വേണ്ട. അതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് വേർവിട്ട് കിട്ടും. അതുപോലെ ഇതിലേക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഓനിയനൊക്കെ ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പീസാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ബീഫ് മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. സമയത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പുണ്ടോ, ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിട്ട പൊടിയുടെയൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയായി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ മാവ് പരത്തിയെടുക്കാം. ഇതിന് നമ്മളിതിലേക്കുള്ള ഡോ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. നന്നായിട്ട് കുഴഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10-20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പരത്തുന്നത്. അതുപോലെ നമ്മൾ ഓരോ ബൗൾസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി പരത്തിയെടുക്കാം. നമ്മൾ പ്രസ്സിലൊന്ന് ഞെക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി പരത്തി തുടങ്ങാം. കുറച്ച് മൈദയിലൊന്ന് മുക്കിയിട്ട് 2 സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത്യാവശ്യം ചെറിയൊരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നുകൂടി പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തി കിട്ടുകയും ചെയ്യും. ഒരുപാട് സമയം എടുക്കില്ല. എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈ ഭാഗത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ കയ്യിലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മൈദപ്പൊടി കുറച്ചൊന്ന് വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒരേ അളവിൽ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമ്മുടെ പണി കഴിയുകയും ചെയ്യും. ഓരോന്ന് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ ഷേപ്പ്, നമ്മുടെ റൗണ്ട് ഷേപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അളവിൽ വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ അളവിൽ എടുത്താൽ മതിയാവും.
നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തി പോലെ ഒരുപാട് നേരിട്ട് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് വലിച്ചാൽ മതി. കണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വിസ്കോ ഫോർക്കോ വെച്ചോ മിക്സ് ചെയ്താലും മതിയാവും. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടോട്ട് നമുക്ക് അടിച്ചെടുക്കാം. 1/4 കപ്പ് പാലോട് ഒഴിക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ നമ്മുടെ പത്തിരി മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ പത്തിരിയും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഓരോ പത്തിരിയും ഇതുപോലെ നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിന് ആദ്യമായിട്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ പത്തിരി നന്നായിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്നത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് നമ്മൾ സൈഡിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിൽ അത് ഫില്ലാവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് ചാടും. ഒരു പാൻ ചൂടാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലും ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇരുപത്തഞ്ച് തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. കാരണം ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്, പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.